എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 43-ാമത്തെ പേജിലാണ്. ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്, നൗ പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ എ സ്കിറ്റ് ബേസ്ഡ് ഓൺ ദീസ് വാല്യൂസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടിരിക്കുന്ന ഈ വാല്യൂവിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഒരു സ്കിറ്റ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ദ വാല്യൂസ് സച്ച് ആസ് കൈൻഡ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് എക്സെട്ര ബി ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്കിച്ച്. ആ സ്കിറ്റിനകത്ത് ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കുന്നവരായിട്ട് വരേണ്ടത് ആരൊക്കെയാണ്? വാല്യൂസ് സച്ച് ആസ് കൈൻഡ്നെസ്, ദയ, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എക്സെട്ര ബി ദ ക്യാരക്ടേഴ്സ്, ആ ഓരോ പ്ലെയേഴ്സ് ആയിട്ട് ഇൻ ദി സ്കിറ്റ്. പ്രസന്റ് ദ സ്കിറ്റ് ഇൻ യുവർ ക്ലാസ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ ആ സ്കിറ്റ് പ്രസന്റ് ചെയ്യുവാനാണ്. അപ്പം നമ്മളിവിടെ ആ ഒരു സ്കിറ്റിന്റെ ഒരു മോഡൽ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സീൻ. ഓക്കെ, എ ക്വയറ്റ് മിഡോ വിത്ത് എ സർക്കിൾ ഓഫ് ചെയേഴ്സ്, കൈൻഡ്നെസ് വാക്ക് ഇൻ ഫസ്റ്റ്. അതായത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇരിക്കുന്നതിനുള്ള ഒരു പുൽത്തകിടി. ഓക്കെ, അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആ ഒരു പുൽത്തകിടിയിലാണ് ഇന്നത്തെ ഈ ഡ്രാമ നടക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, കൈൻഡ്നെസ് സെന്റേഴ്സ്, സ്മൈലിംഗ്, കൈൻഡ്നെസ് ചിരിക്കുവാണ്. ഇറ്റ് ഈസ് ബീൻ എ വൈൽ. ഇത് കുറച്ച് നാളായി. ഐ മിസ് ദ ഡേയ്സ് വെൻ വി വെർ പാർട്ട് ഓഫ് എവരി സ്റ്റോറി ടോൾഡ്. അതായത് കൈൻഡ്നെസ് വന്നിട്ട് പറയാണ്, ഇപ്പൊ കുറച്ച് നാളായി ഞാൻ മിസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല. എന്താണ് മിസ് ദ ഡേ വെൻ വി വെർ പാർട്ട് ഓഫ് എവരി സ്റ്റോറി ടോൾഡ്. അതായത് ഞാൻ എല്ലാ കഥകളിലെയും ഒരു ഭാഗമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ കഥകളിലെ ഭാഗമായി വരുന്നില്ല. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വരികയാണ്, എൻ്റെ ചിയർഫുള്ളി. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കയറി വരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നമ്മൾ കാണാമല്ലോ, അപ്പൊ ഒരു ചെയറിനകത്താണ്. അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടായി, ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് വരികയാണ്. യു ആർ റൈറ്റ്, നീ ശരിയാണ് പറഞ്ഞത്. ദീസ് ഡേയ്സ് പീപ്പിൾ ഫോർഗെറ്റ് ടു ഈവൻ സേ താങ്ക് യു. ആ ഗ്രാറ്റിറ്റ്യൂഡ് വന്നിട്ട് പറയാണ്, നീ പറഞ്ഞത് നേരാണ്. ഈ ദിവസങ്ങളിൽ ആളുകൾ എന്ത് പറയുന്നു, ഒരു താങ്ക് യു പറയുവാൻ വരെ മറന്നു പോകുന്നു. ബട്ട് ഐ ആം സ്റ്റിൽ ഹിയർ. പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട്. വെയിറ്റിംഗ് ടു ബി ഇൻവൈറ്റഡ് ബാക്ക്. ഇപ്പോഴും എന്നെ തിരികെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എമ്പതി പറയുകയാണ്, വാക്ക് സ്ലോലി. എമ്പതി അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഐ ഫീൽ ദാറ്റ് ടു. ഐ ഫീൽ ദാറ്റ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അത് തോന്നുന്നുണ്ട്. അതായത് എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പതി, കമ്പാഷൻ, ദയ, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെയാണ്. അതായത് ദയ തോന്നുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക, മറ്റുള്ളവരോടൊരു സഹാനുഭൂതി തോന്നുക. അപ്പൊ ആ ഒരു ഫീൽ, എമ്പതി കയറി വരികയാണ്. ഐ ഫീൽ ദാറ്റ് ടു, എനിക്കും അത് തോന്നുന്നു. ദ വേൾഡ് ഈസ് റഷിങ് സോ ഫാസ്റ്റ്. ഈ ലോകം വളരെ സ്പീഡിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. പീപ്പിൾ ഡോണ്ട് ഓൾവേസ് ടേക്ക് ഇറ്റ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ആളുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സമയം എടുക്കുന്നില്ല. അപ്പോൾ ഹോണസ്റ്റി കയറി വരികയാണ്. സ്റ്റെപ്പ് ഇൻ വിത്ത് എ സ്റ്റഡി വോയിസ്. അതായത് ഹോണസ്റ്റി സ്റ്റഡി ആയിട്ടുള്ള ഒച്ചയോട് കൂടി വരികയാണ്. ആൻഡ് വെൻ ദേ ഡു സ്പീക്ക്, അവർ സംസാരിക്കുമ്പോൾ, ഇറ്റ് ഓഫൺ ഇൻ ഹാഫ് ട്രൂത്ത്. ആളുകൾ സംസാരിക്കുന്നത് മിക്കവാറും പകുതി സത്യങ്ങളെയാണ് സംസാരിക്കാറുള്ളൂ. ഇറ്റ് ഈസ് ലൈക്ക് ദേ ആർ അഫ്രൈഡ് ഓഫ് മീ. അവർ എന്നെ ഭയപ്പെടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ബട്ട് ഐ ഓൺലി റിവീൽ വാട്ട് ഈസ് റിയൽ. പക്ഷെ ഞാൻ യാഥാർത്ഥ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷെ ആളുകൾ എന്നെ ഭയപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ റെസ്പെക്ട് കയറി വരികയാണ്. ഗ്രേസ്ഫുള്ളി എൻഡേഴ്സ്, വളരെ മനോഹരമായിട്ട് വരികയാണ്. ആൻഡ് ഐ ഗെറ്റ് മിസ്റ്റേക്ക് ഫോർ ഫിയർ ഓർ സബ്മിഷൻ. അതായത് എന്നെ ആൾക്കാർ എന്ത് പറയുന്നു, ഫിയർ, പേടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുവനെ സബ്മിഷൻ ആയിട്ടോ ഉള്ളതിന് വേണ്ടിയിട്ട് മിസ്റ്റേക്ക് ആക്കി തീർക്കുകയാണ്. അതായത് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതിന് പകരമായിട്ട് ആൾക്കാർ എന്ത് പറയുന്നു, ഞാൻ ഒരു സബ്മിഷൻ ആയിട്ടാണ് ആൾക്കാർ എന്നെ കണക്കാക്കുന്നത്. വെൻ ഇൻ ട്രൂത്ത് ഐ സ്റ്റാൻഡ് ഫോർ റെക്കഗ്നൈസിങ് എവരി വൺസ് വർത്ത്. പക്ഷെ ഞാൻ എല്ലാവരുടെയും വർത്ത്, മൂല്യത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആളുകൾ ആളുകൾ അത് അംഗീകരിക്കുന്നില്ല. എ ലൗഡ് സ്കോഫ് ഇന്ററപ്റ്റ്സ്. അതവിടെ ഒരു ഒരു ലൗഡ് സ്കോഫ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മോക്ക്, അല്ലെങ്കിൽ ഒരു റെഡിക്കൂൾ, അല്ലെങ്കിൽ ഒരു ശബ്ദം, ജിയർ എന്ന് പറയാം. ഇന്ററപ്റ്റ്സ് സെൽഫിഷ്നെസ് ബാർഗെയിൻസ് ഇൻ. സെൽഫിഷ്നെസ് എന്ന് പറയുന്ന ആ മൂല്യമില്ലായ്മ അടുത്തേക്ക് സെൽഫിഷ്നെസ് കടന്നു വരികയാണ്. എന്നിട്ട് ലാഫിങ്, ഓ യു ലോട്ട് അഗെയിൻ. ഓക്കെ, നിങ്ങൾ എല്ലാവരും പിന്നെയും എന്നോ. സ്റ്റിൽ പ്രീച്ചിങ് യുവർ നോബിൾ ലിറ്റിൽ റോൾസ്. നിങ്ങളുടെ ആ ഭയങ്കരമായിട്ടുള്ള മൂല്യമുള്ള റോളിനെ കുറിച്ച് പറയുന്നു. സോറി, ദ വേൾഡ് ഈസ് മൂവിങ് ഓൺ. ഈ ലോകം മുൻപോട്ട്
കുറിച്ചാണ് സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവില്ല, സ്വാർത്ഥത. അപ്പൊ പറയുകയാണ് എന്നെ കുറിച്ചാണ്, മൈ സക്സസ്, മൈ ലൈഫ്, മൈ ഫെയിം, എന്റെ വിജയം, എന്റെ ഇഷ്ടം, എന്റെ പ്രശസ്തി, അവയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരമുള്ളൂ. അപ്പോൾ സെൽഫിഷ്നെസ് ആണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അതേ സമയത്ത് തന്നെ കൈൻഡ്നെസ് കയറി വരികയാണ്, ദയ കയറി വരികയാണ്. ഫെയിം ബട്ട് കൈൻഡ്, അതായത് വളരെ ഫെയിം ആയിട്ടാണ് വരുന്നത്, പക്ഷെ വളരെ ദയയോട് കൂടി തന്നെ കൈൻഡ്നെസ് കയറി വരികയാണ്. യു മേ ബി ലൗഡ്, നീ ഒച്ചയുണ്ട്, സെൽഫിഷ്നെസ്സോട് പറയാണ്, നീ ഉച്ചത്തിലായിരിക്കും പറയുന്നത്. ബട്ട് യു ഡോണ്ട് ലാസ്റ്റ്, പക്ഷെ നീ അധിക നാളത്തേക്ക് നിലനിൽക്കുകയില്ല. വി ആർ ദ റൂട്ട്സ് ബിനീത് എവരി സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഞങ്ങളാണ് എല്ലാ ശക്തമായ ബന്ധങ്ങളുടെയും അടിയിലുള്ളവര് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഈവൻ ഈവൻ എ സിമ്പിൾ താങ്ക് യു ക്യാൻ ചേഞ്ച് സമ്മൺസ് ഡേ, ട്രൈ ഇറ്റ് സം ടൈം. അവനോട് പറയുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്, നന്ദി പറയുകയാണ്. നീ ഒരു ദിവസം ഒരു താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരാളുടെ ഒരു ദിവസത്തെ ജീവിതത്തിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. നീ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ എമ്പതി പറയുകയാണ്, ഓ ലിസൺ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് വെയിറ്റിംഗ് ടു ടോക്ക് യു വിൽ ബി സർപ്രൈസ്ഡ് വാട്ട് യു വിൽ ഡിസ്കവർ. അന്നേരം എമ്പതി പറയുകയാണ്, നീ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് വെയിറ്റിംഗ് ടു ടോക്ക്, അതായത് നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതിന് പകരമായിട്ട് യു വിൽ ബി സർപ്രൈസ്ഡ്, നീ അതിശയിക്കും. വാട്ട് യു വിൽ ഡിസ്കവർ, നീ എന്താണ് കണ്ടെത്തുന്നതെന്ന്. ആ സമയത്ത് ഹോണസ്റ്റി വിത്ത് എ കാം സ്ട്രെങ്ത്, അതായത് വളരെ ശാന്തനായിട്ട് പറയുകയാണ്, ട്രൂത്ത് മേ ബി അൺകംഫോർട്ടബിൾ ബട്ട് ഇറ്റ് ഫ്രീസ് ദ ഹാർട്ട്. ട്രൂത്ത്, സത്യം എന്ന് പറയുന്നത് നമുക്കത്ര സന്തോഷം തരുന്നതായിരിക്കില്ല, പക്ഷെ അത് നമ്മുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ റെസ്പെക്ട് പറയുകയാണ്, ആൻഡ് വിത്തൗട്ട് മീ ഈവൻ ലവ് ടേൺസ് ടു കൺട്രോൾ. അപ്പൊ റെസ്പെക്ട്, ബഹുമാനം പറയാണ്, ഞാനില്ലാതെ എന്താണ് പറയുന്നത്, വിത്തൗട്ട് മീ, റെസ്പെക്ട് ഇല്ലാതെ ഈവൻ ലവ് ടേൺസ് ടു കൺട്രോൾ, അതായത് സ്നേഹം എന്ന് പറയുന്നത് പോലും ഒരു നിയന്ത്രണമായി തീരും ബഹുമാനമില്ലെങ്കിൽ. വി മേ ബി ക്വയറ്റ് ബട്ട് വി ആർ പവർഫുൾ, നമ്മൾ ശാന്തരായിരിക്കും പക്ഷെ നമ്മൾ വളരെ ശക്തിയുള്ളവരാണ്. സെൽഫിഷ്നെസ് ലുക്സ് അൺഷുവർ ആൻഡ് സ്ലോലി വാക്സ് അവേ. സെൽഫിഷ്നെസ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതൊന്നും അത്ര ശരിയല്ല എന്ന് വിചാരിച്ച് മൊത്തം അവിടെ ഇവിടെയും നോക്കിയിട്ട് നടന്നകന്നു പോകുന്നു. ദ അതേഴ്സ് ജോയിൻസ് ഹാൻഡ്, ബാക്കിയുള്ളവരെല്ലാവരും കൈകൾ ചേർത്ത് പിടിക്കുന്നു. ഓൾ ടുഗദർ, എന്നിട്ട് അവർ പറയുകയാണ്, വെൻ വി സ്റ്റാൻഡ് യുണൈറ്റഡ്, എപ്പോഴാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നത്, വി ബിൽഡ് എ കൈൻഡർ, നമ്മൾ ഒരു ദയ കൂടുതലുള്ള, ബ്രേവർ, കൂടുതൽ ധൈര്യമുള്ള, ആൻഡ് മോർ ബ്യൂട്ടിഫുൾ, കൂടുതൽ ഭംഗിയുള്ള വേൾഡ്, ലോകം എന്ന് പറയുന്നു. അപ്പോൾ കർട്ടൻ ക്ലോസസ് വിത്ത് സോഫ്റ്റ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പ്ലേയിങ്. ആ സമയത്ത് കർട്ടൻ താഴുന്നു, വളരെ പയ്യെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കളിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ മനസ്സിലായെന്ന്. ഇനി വി വിൽ ഗോ ടു അനദർ വീഡിയോ.